ഇപ്പോൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ആക്ച്വലി ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ് ആണ്. എത്രത്തോളം നമുക്ക് ക്ലോസ് ആണെങ്കിലും അതിനെ എത്രത്തോളം ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചാൽ ലാംഡ ബൈ ഡി ലാംഡ വെച്ചാൽ. ഇതിൽ ഡി ലാംഡ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് വേവ് ലെങ്ത് ലാംഡയും ലാംഡ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ റിസോൾവിങ് പവറിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ലാംഡ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ. അതിൽ എൻ എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ്റെ ഓർഡറാണ്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്മുടെ റൂളിങ്സിൻ്റെ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ നമ്മുടെ റൂൾഡ് സർഫസിൻ്റെ വിഡ്ത്ത്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രേറ്റിങ്സ് ക്യാപിറ്റൽ എൻ. അപ്പോൾ മുകളിലാണ് എന്ത് വരുന്നത്? റൂൾഡ് സർഫസിൻ്റെ വിഡ്ത്തിൻ്റെ ആ ഒരു റിലേഷൻ വരുന്നത്. അപ്പോൾ റൂൾഡ് സർഫസിൻ്റെ വിഡ്ത്ത് കൂടുന്തോറും ക്യാപിറ്റൽ റിസോൾവിങ് പവർ എന്ത് സംഭവിക്കും? ഹയർ ആയിട്ട് മാറും. അപ്പോൾ ഹയർ റിസോൾവിങ് പവർ സംഭവിച്ചു കഴിഞ്ഞാൽ ഷാർപ്പ് മാക്സിമാസ് കിട്ടും നമുക്ക്. റിസോൾവിങ് പവർ കൂടുന്തോറും നമുക്ക് ഷാർപ്പ് മാക്സിമ കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫിഗേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ നോക്കൂ, ലാംഡയും ലാംഡ പ്ലസ് ഡി ലാംഡയും തമ്മിൽ എത്ര വ്യത്യാസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഡിഫറൻസിൽ കാണാൻ പറ്റുന്നുണ്ട്, നല്ല സെപ്പറേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് കേസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാക്സിമാസ് കുറച്ചും കൂടി വീക്കറാണ്, ഷാർപ്പല്ല മറിച്ച് വീക്കാണ്. കാരണം രണ്ടും കൂടി കൊയലൈസ് ചെയ്ത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പ്രൊവിഷനിലോ ഒരു സിറ്റുവേഷനിലോ അല്ല അവരിയ്ക്കുന്നത്. അവർ തമ്മിൽ ഡി തീറ്റ എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിലും എ എന്ന് പറയുന്ന ഫിഗറിലെ കണ്ടീഷൻ നോക്കുമ്പോൾ അതിനേക്കാളും വളരെ വളരെ അടുത്താണ് സെക്കൻഡ് ഫിഗറിലെ വേവ്സ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. അത് രണ്ടും ഏകദേശം മേർജ് ചെയ്ത പോലെയാണ്, നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. സോ ഡിസ്റ്റിങ്വിഷബിലിറ്റി സെക്കൻഡ് കേസിൽ കുറവായതുകൊണ്ട് റിസോൾവിങ് പവർ ഇസ് ഗ്രേറ്റർ ഇൻ കേസ് എ ദാൻ കേസ് ബി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഡിസ്പേഴ്സീവ് പവറിലും നമ്മുടെ റിസോൾവിങ് പവറിലും പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസ്പേഴ്സീവ് പവർ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും റിസോൾവിങ് പവർ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ബാക്കി എല്ലാത്തിൻ്റെയും മിനിമാസ്, മാക്സിമാസ്, nth ഓർഡർ മാക്സിമ, പ്രിൻസിപ്പൽ മാക്സിമ, അത് ഡിഫ്രാക്ഷൻ്റെ സിംഗിൾ സ്ലിറ്റിൻ്റെ ആണെങ്കിലും ഡബിൾ സ്ലിറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് റെയിലേ ക്രൈറ്റീരിയ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്, അതും ഡെഫിനറ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. അത് എന്താണെന്ന് നമുക്ക് നോക്കാം, എന്താ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അടുത്ത ഞാൻ പ്രോബ്ലംസ് അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പോർഷൻസ് ആദ്യം വേഗം തീരട്ടെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി മറ്റേ 2 ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞുവല്ലോ. വേവ്സ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു, അതുപോലെ നമ്മുടെ ഇൻറ്റർഫറൻസിൽ നിന്നാണെങ്കിലും ജോമെട്രിക് ഒപ്റ്റിക്സിൽ നിന്നാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇഷ്യൂ ഇല്ല. ഇനി ആകെ ഈ പോളറൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുക, പോളറൈസേഷന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 ടേംസാണ് അവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പേജിലുള്ള ഫസ്റ്റ് 2 ടേം എന്ന് പറയുന്നത് ഇനിയുള്ള ഡെഫിനേഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് സംശയം വരാതിരിക്കാനുള്ള ഒരു ബേസിക് ടെർമിനോളജിയാണ്. നമ്മൾ എന്ത് കാര്യം ഫിസിക്സിൽ പഠിക്കുമ്പോഴും അതിലെ ബേസിക് ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഇന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയോളജി വേണം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ജോമെട്രിക് ഒപ്റ്റിക്സ് പഠിപ്പിച്ച് തന്നിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും ആ ഒരു വന്ന് തട്ടുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ നോർമൽ ടു ദ ഇൻസിഡൻസും ഒക്കെ തന്നെ ഒരു പ്ലെയിൻ ഫോം ചെയ്യുന്നുണ്ട് അവിടെ. അതായത് ഇൻസിഡൻറ്റ് റേ വന്ന് തട്ടുന്നു, അവിടെ നിന്ന് റിഫ്ലക്റ്റഡ് റേ ഉണ്ടാകുന്നു, റിഫ്രാക്റ്റഡ് റേ ഉണ്ടാകുന്നു, ആ സർഫസിനൊരു നോർമൽ, എല്ലാം തന്നെ കിടക്കുന്നത് ഒരു സെയിം പ്ലെയിനിലാണ്. ആ പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, സൗണ്ട് ഇത്തിരി ഇഷ്യൂ ഉണ്ട്, എന്താ പറയുക, പ്ലീസ് ഫർഗിവ് ദാറ്റ്. അപ്പോൾ ആ ഒരു കോമൺ പ്ലെയിനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് പ്ലെയിൻ ഓഫ് പോളറൈസേഷനാണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു പോളറൈസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തായാലും ഒരു വേവ് ഉണ്ടല്ലോ, ആ വേവ് പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ അഥവാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലൂടെ പാസ് ചെയ്ത് പോകുന്ന പ്ലെയിനാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എലോങ് ഉള്ള ഒരു പ്ലെയിൻ ആണെങ്കിൽ കൂടി അതിൽ വൈബ്രേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ വേവിൻ്റെ വൈബ്രേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഡയറക്ഷൻ സെയിം ആണെന്ന് മാത്രം. ഓക്കെ, അതിനെയാണ്, അത്തരം പ്ലെയിൻസിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പോളറൈസേഷൻ മെത്തേഡ്സ് ആണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രിസംസിൻ്റെ ടൈപ്സ് പഠിക്കാനുള്ളത്. ഞാൻ എത്ര പേജ് നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയതാണ്, 16 പേജസാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഹാഫോളം പേജസിലും നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പോളറൈസേഷൻ ടൈപ്സിനെ കുറിച്ചാണ്. പോളറൈസേഷൻ ടൈപ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മുക്കാൽ ഭാഗം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മെയിനായിട്ടും 5 മെത്തേഡ്സാണ് കൊടുത്തിരിക്കുന്നത്. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ, പോളറൈസേഷൻ ബൈ റിഫ്രാക്ഷൻ, പോളറൈസേഷൻ ബൈ സെലക്റ്റീവ് അബ്സോർപ്ഷൻ, പോളറൈസേഷൻ ബൈ ഡബിൾ റിഫ്രാക്ഷൻ, പോളറൈസേഷൻ ബൈ സ്കേറ്ററിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പ്രൊഡക്ഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നോക്കുകയാണ്, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ലൈനിൻ്റെ എല്ലാം പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു വേവിനെ കൺസിഡർ ചെയ്യാണ്. അത് 2 ഡൈ ഇലക്ട്രിക്സിൻ്റെ ഇൻ്റർഫേസിൽ വന്ന് എന്ത് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇൻസിഡൻസ് ആംഗിൾ വരുന്നത് തീറ്റയാണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുകയാണ്. അതിനെ തീറ്റ പി എന്ന് വിളിക്കാം. അതിൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് n2/n1 ആണെങ്കിൽ ആ ഫിഗർ നോക്കൂ, തീറ്റയിൽ വന്ന് തട്ടുന്നു. 2 മീഡിയം ഉണ്ട്, എയറും ഗ്ലാസും, അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കാം. അവിടെ വന്ന് തട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പി ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. ഈ ടാൻ ഇൻവേഴ്സ് n2/n1 എന്ന ആ ഒരു ആംഗിളിലാണ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിഫ്ലക്ഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അവിടെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കില്ല. അതാണ് ആ ഒരു ആംഗിളിൽ വന്ന് വീണാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് വീഴുന്ന ആ ഒരു തീറ്റ പി ആംഗിളിൽ വന്ന് വീഴുന്ന അൺപോളറൈസ്ഡ് ബീം, നമ്മൾ അൺപോളറൈസ്ഡ് ബീമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞത് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റാണ്, ഇപ്പോൾ പറയുന്നത് ഒട്ടും പോളറൈസ്ഡ് അല്ലാത്ത ഒരു അൺപോളറൈസ്ഡ് ബീം ഓഫ് ലൈറ്റിനെ നമ്മൾ തീറ്റ പി ആംഗിളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റഡ് ബീം പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ആ ആംഗിളിനെ വിളിക്കുന്ന പേര് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്നാണ്, അഥവാ പോളറൈസേഷൻ ആംഗിൾ എന്നാണ്. പോളറൈസേഷൻ ആംഗിൾ, പോളറൈസിങ് ആംഗിൾ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. ഈ ആംഗിളിൽ റിഫ്ലക്റ്റഡ് റേയും, ഏത് ആംഗിളിലാണെങ്കിലും റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും എങ്ങനെയായിരിക്കും, റൈറ്റ് ആംഗിൾസിലായിരിക്കും. സോ തീറ്റ പി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമുക്ക് π/2 എന്ന് എഴുതാം. n ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ പി ബൈ സൈൻ ആർ എന്നുള്ളത്, സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് നമുക്ക് എങ്ങനെ, എന്തിൽ നിന്നറിയാം, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്നറിയാം. അപ്പോൾ ഇതിൽ ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, തീറ്റ പി തന്നെയാണ്. കാരണം തീറ്റ പി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു π/2 ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെങ്കിൽ അവിടെ അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാമല്ലോ. സോ സൈൻ തീറ്റ പി ബൈ കോസ് തീറ്റ പി എന്ന് എടുക്കാം. സൈൻ തീറ്റ പി, അങ്ങനെയല്ല കേട്ടോ അവിടെ വന്നത്, തീറ്റ പി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു π/2 എന്നാണല്ലോ. സോ ആർ ഇസ് ഈക്വൽ ടു തീറ്റ, ആർ ഇസ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ. സോ സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ π/2 മൈനസ് ആറ്, π/2 മൈനസ് തീറ്റ പി.
അഥവാ കോസ് തീറ്റ പി. അതിൽ നിന്നാണ് കേട്ടോ അത് കോസ് തീറ്റ പി എന്നായിട്ട് മാറിയത്. ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യം ആലോചിച്ചത്, സോറി, കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ സൈൻ തീറ്റ പി ബൈ കോസ് തീറ്റ പി ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആണ്. സോ ടാൻ തീറ്റ പി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? എൻ എന്ന് വന്നു നമുക്ക്. അതായത് ഒരു വേറൊരു എക്സാമ്പിൾ പോലെയായിട്ടാണ് അവിടെ എടുക്കുന്നത് എയർ ഗ്ലാസ് ഇൻ്റർഫേസിൻ്റെ കാര്യം. എയർ ഗ്ലാസ് ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ അതിൽ N1ൻ്റെ വാല്യൂ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എത്രയാണ്? 1.5 ആണ്. സോ തീറ്റ പിയുടെ വാല്യൂ എന്ത് വരും? 57 ഡിഗ്രി വരും. സോ എയർ ഗ്ലാസ് ഇൻ്റർഫേസിൻ്റെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത് 57 ഡിഗ്രിയാണ്. ഈ ഒരു രീതിയിലാണ് N1/N2 എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും എന്ത് കണ്ടുപിടിക്കുക? N1/N2 അല്ല, N2/1. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിലാണ് വന്ന് വീഴുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അൺപോളറൈസ്ഡ് ആണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആ റിഫ്ലക്റ്റഡ് ബീം പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ പഠിച്ചു. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് പോളറൈസേഷൻ ബൈ റിഫ്രാക്ഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇവിടെയും ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് തന്നെയാണ് എടുക്കുന്നത്. അൺപോളറൈസ്ഡ് ലൈറ്റിന് നമ്മൾ തീറ്റ പി ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു? ഒരു പ്ലെയിനിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ റിഫ്ലക്റ്റഡ് ബീം എന്തായിരിക്കും? പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ത്രൂ റിഫ്ലക്ഷനിൽ പഠിച്ചതാണ്. എന്നാൽ ഇതൊരു ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബീം എങ്ങോട്ട് പോവും? അപ്പുറത്തെ മീഡിയത്തിലേക്ക് പോവും. ആ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ബീം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? പാർഷ്യലി പോളറൈസ്ഡ്. അതായത് നമ്മുടെ എയർ ഗ്ലാസ് ഇൻ്റർഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആംഗിൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൽ വന്ന് തട്ടി, ഒരു ബീം ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൽ വന്ന് തട്ടി. ഈ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൽ വന്ന് തട്ടുന്ന ഈ ഒരു അൺപോളറൈസ്ഡ് ബീം എന്തായിട്ട് മാറും? റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് മാറും. ആ പാർട്ട് ഓഫ് ദാറ്റ് ബീം ഗെറ്റ്സ് റിഫ്രാക്റ്റഡ് ടു. ആ റിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ബീം എന്ന് പറയുന്നത് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ബീമിനെ സെവറൽ റിഫ്രാക്ഷൻസും നടത്തി അവസാനം പുറത്തേക്കൊരു എമർജൻറ്റ് ബീം വരുമല്ലോ. ആ എമർജൻറ്റ് ബീം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വരിക പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിൽ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടി. ഒന്ന്, റിഫ്ലക്ഷൻ നടക്കുമ്പോൾ തീറ്റ പിയിൽ വന്നാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് ബീം പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അവിടെ നിന്ന് ഉള്ളിലോട്ട് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുന്ന റിഫ്രാക്റ്റഡ് ബീം എന്ന് പറയുന്നത് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഈ പാർഷ്യലി പോളറൈസ്ഡ് ബീം ഓഫ് ലൈറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് റിഫ്ലക്ഷൻസിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കിട്ടുന്ന എമർജൻറ്റ് ബീം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ പ്ലെയിൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വരുന്നത് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിലായിരിക്കും. ഓക്കെ, ഇനി ഈ റിഫ്രാക്റ്റഡ് ലൈറ്റിൻ്റെ പാരലൽ കമ്പോണൻറ്റിനെയും പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെയും നമുക്ക് IP എന്നും IS എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ കിട്ടാനായിട്ട് പാർഷ്യലി ആണ് പോളറൈസ്ഡ് ആയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എത്രത്തോളം ഡിഗ്രി ഓഫ് പോളറൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to IP minus IS divided by IP plus IS. ഇതിൽ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതാം ആ ഇക്വേഷനെ M divided by M plus 2n/1 minus n²². ഇതിൽ M എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ N എന്ന് പറയുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഏത് സർഫസാണ്, എത്ര പ്ലേറ്റ് ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതാണ് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദി ഡിഗ്രി ഓഫ് പോളറൈസേഷൻ. അപ്പോൾ സെക്കൻഡ് ടെക്നിക്കും കഴിഞ്ഞു, പോളറൈസേഷൻ ബൈ റിഫ്രാക്ഷൻ. തേർഡ് മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, പോളറൈസേഷൻ ബൈ സെലക്റ്റീവ് അബ്സോർപ്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തത് കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഈ മെത്തേഡ് കമ്പാരിറ്റീവ്ലി സിംപ്ലറാണ്. ഈ മെത്തേഡിൽ നമ്മൾ ഒരു ബീമിനെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്റ്റീവ് അബ്സോർപ്ഷൻ എന്നുള്ള ഒരു വാക്ക് കേട്ടാൽ തന്നെ അറിയാം, സെലക്റ്റീവായിട്ട് ഒന്നിനെ അബ്സോർബ് ചെയ്ത് മറ്റൊന്നിനെ ഡിസ്മിസ് ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ് പോളറൈസേഷൻ ബൈ സെലക്റ്റീവ് അബ്സോർപ്ഷൻ.
അപ്പോൾ ഈ ഒരു സെലക്റ്റീവ് അബ്സോർപ്ഷൻ പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈക്രോയിസം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടോർമലിൻ പോലുള്ള ക്രിസ്റ്റൽസ് ആണ്. ഈ ടോർമലിൻ പോലുള്ള ക്രിസ്റ്റൽസിന് അബ്സോർപ്ഷൻ കോഫിഷ്യൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ബീംസ് അതിലൂടെ കടന്നു പോയാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കോഫിഷ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിലൂടെ ബീംസ് പോകുമ്പോൾ അത് ഇൻസിഡൻറ്റ് ബീംസ് ആയിട്ട് പോയാലും അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്താണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. ഇപ്പോൾ ഒരു ബീം അതിൻ്റെ ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് കിട്ടുന്നത് സ്പ്ലിറ്റപ്പ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീമിനെ വേഗം ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. അതേസമയം മറ്റേ ബീം ഒരു പ്രശ്നമില്ലാതെ അറ്റനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം വരാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ അൺപോളറൈസ്ഡ് ബീമിനെ ഒരു അൺപോളറൈസ്ഡ് ബീം, നമ്മുടെ കയ്യിലുള്ളൊരു അൺപോളറൈസ്ഡ് ബീമിനെ നമ്മൾ ഒരു ടോർമലിൻ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമർജൻറ്റ് ബീം എന്ന് പറയുന്നത് ലീനിയർലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ ആ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻസിഡൻറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മുടെ ടോർമലിൻ ക്രിസ്റ്റലിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻസിഡൻറ്റ് ബീംസ് സ്പ്ലിറ്റപ്പായി ക്വിക്ക്ലി അബ്സോർബ്ഡ് ആവുന്ന ആ ഒരു പാർട്ട് മാത്രം അവിടെ അതിൻ്റെ ഉള്ളിൽ അബ്സോർബ്ഡ് ആവും. ബാക്കിയുള്ളത് അറ്റന്യൂവേഷൻ ഇല്ലാതെ സെയിം ഡയറക്ഷനിൽ പോകും. അങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? ഒരു ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ബീം ആയിരിക്കും. ഓക്കെ, അപ്പോൾ തേർഡ് ടെക്നിക്കും നമ്മുടെ കഴിഞ്ഞു, സെലക്റ്റീവ് അബ്സോർപ്ഷൻ്റെ ടെക്നിക്കും കഴിഞ്ഞു. അടുത്തത് വരുന്നത് പോളറൈസേഷൻ ബൈ ഡബിൾ റിഫ്രാക്ഷൻ ആണ്. പേര് പോലെ തന്നെ 2 തവണ റിഫ്രാക്ഷൻ നടക്കുന്ന സർഫസസുകളിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു ഡബ്ലി റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റലിലൂടെ എന്ത് ചെയ്യാൻ പോവാണ്? പാസ് ചെയ്ത് വിടാൻ പോവാണ്. ഡബ്ലി റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസിന് എക്സാമ്പിളാണ് കാൽസൈറ്റും ക്വാർട്സും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് 2 റിഫ്രാക്റ്റഡ് റേസ് ആയിട്ട് മാറും. ഇതിൽ ഒരു റേ നമ്മുടെ റിഫ്രാക്ഷൻ്റെ ഓർഡിനറി ലോസ് ഒബേ ചെയ്യുന്ന റേ ആണ്. അതിനെ നമ്മൾ ഓർഡിനറി ലോസ് ഒബേ ചെയ്യുന്നത് കൊണ്ട് അതിനെ ഓർഡിനറി റേസ് എന്ന് വിളിക്കും. മറ്റൊരു റേ എന്ത് രീതിയിലാണ് ബിഹേവ് ചെയ്യുക? എക്സ്ട്രാ ഓർഡിനറി വേയിലാണ് ബിഹേവ് ചെയ്യുക. അതായത് എൻ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് ഈ ഒരു റേക്ക് വേരി ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക. അതുകൊണ്ട് നോർമൽ വേയിൽ പെരുമാറാത്തത് കൊണ്ട് അതിനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി റേസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും എന്താണ് ശരിക്കും? ബേസിക്കലി പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സ് ആണ്. അതിൻ്റെ വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പം നമ്മളൊരു ഡബ്ലി റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള കാൽസൈറ്റിലൂടെയോ ക്വാർട്സിലൂടെയോ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ അൺപോളറൈസ്ഡ് ലൈറ്റ് ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും ആയിട്ടുള്ള റിഫ്രാക്റ്റഡ് റേസ് ആയിട്ട് മാറും. ആ 2 റേസ് ശരിക്കും ബേസിക്കലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ് വിത്ത് ദെയർ വൈബ്രേഷൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ ഈ 2 റേസിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇടയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഒരു മെറ്റീരിയലിനെ നമുക്ക് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ബീമിന് ഇൻസിഡൻസ് റെയറർ മീഡിയത്തിലായിരിക്കും, മറ്റൊരു ബീമിന് ഡെൻസർ മീഡിയത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ നിക്കോൾ പ്രിസത്തിൽ ഉപയോഗിക്കുന്നത്. നിക്കോൾ പ്രിസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കാൽസൈറ്റ് ക്രിസ്റ്റലാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ പെർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഒരു മെറ്റീരിയൽ വെച്ച് സാൻഡ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ ചിലതിന് എന്തായിരിക്കും? റെയറർ മീഡിയത്തിലായിരിക്കും ഇൻസിഡൻസ്. ഒന്നുകിൽ ഓർഡിനറിക്ക് റെയറർ മീഡിയത്തിലായിരിക്കും, എക്സ്ട്രാ ഓർഡിനറിക്ക് ഡെൻസറിലായിരിക്കും, അല്ലെങ്കിൽ ഓർഡിനറിക്ക് ഡെൻസറിലായിരിക്കും, എക്സ്ട്രാ ഓർഡിനറിലേക്ക് റെയറിലായിരിക്കും ഇൻസിഡൻസ് വരുന്നത്. ആ ഒരു രീതിയിൽ ഒരു മെറ്റീരിയൽ ഇതിനുള്ളിൽ സാൻഡ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റെയറർ മീഡിയത്തിൽ വന്ന് തട്ടുന്ന ആ ഒരു ബീമിന് അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി എന്ത് സംഭവിക്കും? ഒരുപാട് ഉള്ളിൽ തന്നെ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ബീം എലിമിനേറ്റഡ് ആയി പോകും. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു കാൽസൈറ്റ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ കാനഡ ബാൽസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ ലെയർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓർഡിനറി റേ എന്ത് സംഭവിക്കുകയാണ്? ഓർഡിനറി റേക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയാണ്.
അപ്പോൾ അതിൽ എക്സ്ട്രാ ഓർഡിനറി കമ്പോണൻറ്റ് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ആ എക്സ്ട്രാ ഓർഡിനറി കമ്പോണൻറ്റ് എന്തായിരിക്കും? ലീനിയർലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര നേരം എന്താ പറഞ്ഞത്? ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ്. ഡബിൾ റിഫ്രാക്ഷൻ നടത്തുന്ന ക്രിസ്റ്റൽസിലൂടെ നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ബീമിനെ കടത്തി വിടുമ്പോൾ അത് 2 റിഫ്രാക്റ്റീവ് മെറ്റീരിയൽ ഇൻഡെക്സ് ഉള്ള 2 റേ ആയിട്ട് സ്പ്ലിറ്റപ്പ് ആവുന്നു. ഒന്ന് ഓർഡിനറി ലോസ് ഒബേ ചെയ്യുന്ന റേ ആണ്. ഒന്ന് എക്സ്ട്രാ ഓർഡിനറി റേ, അത് എക്സ്ട്രാ ഓർഡിനറി റേ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ്. ഈ 2 റേസും പ്ലെയിൻ പോളറൈസ്ഡ് ആണ് ആൻഡ് അവരുടെ വൈബ്രേഷൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. ഇനി ഇതേ ക്രിസ്റ്റലിനുള്ളിൽ നമ്മൾ ഈ 2 റേസിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇടയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഒരു മെറ്റീരിയലിൽ വെച്ച് സാൻഡ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു റേക്ക് വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്ന് വീഴുന്നത് റെയറർ മീഡിയത്തിലും മറ്റൊന്നിന് ഡെൻസർ മീഡിയമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് തട്ടുന്നത് കൊണ്ട് അതിനെ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. മറ്റേ ബീം മാത്രം പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ബീം ലീനിയർലി പോളറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഡബിൾ റിഫ്രാക്ഷനിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് വരുന്നത് പോളറൈസേഷൻ ബൈ സ്കേറ്ററിംഗ് ആണ്. പോളറൈസേഷൻ ബൈ സ്കേറ്ററിംഗ് എടുക്കാനായിട്ട് നമ്മളൊരു അൺപോളറൈസ്ഡ് ബീമിനെ, അത് സെഡ് ആക്സിസിലാണ് കേട്ടോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെഡ് ആക്സിസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എന്താ പറയുക, അത് നമ്മളങ്ങനെ അസ്യൂം ചെയ്തെടുക്കുന്നതാണ് ഫോർ ദ സിംപ്ലിസിറ്റി ഓഫ് ദി ഡെറിവേഷൻ. ഓക്കെ, അൺപോളറൈസ്ഡ് ലൈറ്റ് ബീം വന്നിട്ട് എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ഗ്യാസ് ആറ്റത്തിനെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ വന്ന് തട്ടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രിക് ഫീൽഡിനുള്ളൊരു ചാർജ് ക്രിയേറ്റഡ് ആവും. കാരണം നമ്മളവിടെ ഒരു മോഷൻ ഓഫ് ആറ്റം അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചാർജ് ക്രിയേറ്റഡ് ആവും. ആ ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ ഗ്യാസ് ആറ്റത്തിനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ അൺപോളറൈസ്ഡ് ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ, അതായത് എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ എന്ത് പ്ലെയിനിൽ മാത്രമാണ് നടക്കുക? നമ്മുടെ എക്സ് വൈ പ്ലെയിനിൽ മാത്രമാണ് നടക്കുക. അപ്പോൾ ഈ വൈബ്രേഷൻസിനെ നമുക്ക് എക്സ് ആയിട്ടും വൈ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇലക്ട്രിക് ഫീൽഡാണല്ലോ, അതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും നമുക്ക് എഴുതാമല്ലോ. നമ്മളത് സൂപ്പർ പൊസിഷനിലൊക്കെ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അതുപോലെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ഡൈപോൾസ് പോലെയാണ് ഇപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസീസ് കിടക്കുന്നതെന്ന് പറയാം. അപ്പോൾ അത്തരം ഓസിലേറ്റിംഗ് ഡൈപോൾസ് അതിൻ്റെ ലെങ്ത്തിന് അലോങ് ഒന്നും റേഡിയേറ്റ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് എക്സ് ആക്സിസിന് അലോങ്ങുള്ള ഒബ്സർവർ ഒരു ചെറിയ ലൈറ്റ് കമ്പോണൻ്റ് അലോങ് വൈ ആക്സിസിന് അലോങ് ഉള്ള ഒരു എക്സ് ആക്സിസിലുമാണ് വൈബ്രേഷൻ കിട്ടുക. അതായത് നമ്മുടെ ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ്. ആ പ്ലെയിനിൽ ഒബ്സർവ് ചെയ്യുന്ന പ്ലെയിനിൽ വൈബ്രേഷൻ ഇല്ലാതെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ കാണുന്ന ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ് നമ്മുടെ ഒബ്സർവറിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് നമ്മുടെ ബ്ലൂ കളർ ഓഫ് സ്കൈയും അതുപോലെ റെഡ് കളർ ഓഫ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. ബ്ലൂ കളർ ഓഫ് സ്കൈ പറയാനായിട്ട് ലോർഡ് റെയ്ലിയുടെ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ഫ്രം fine particles varies inversely as the 4th power of lambda. അതായത് I proportional to 1/λ⁴ എന്നുള്ളൊരു ഇക്വേഷൻ. അപ്പോൾ സ്കാറ്റേർഡ് ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? റെഡിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ലാംഡ ബ്ലൂ എന്ന് പറയുന്നത് ലാംഡ റെഡിനേക്കാൾ ചെറുതാണ്. ഡിനോമിനേറ്ററിലാണ് ലാംഡ വരുന്നത്. സോ ലാംഡ ചെറുതാവും തോറും ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബ്ലൂ സ്കാറ്ററിങ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആകാശം എന്തായിട്ടാണ് കാണുക? എപ്പോഴും ബ്ലൂ ആയിട്ടാണ് കാണുക. ഓക്കെ, ഈ റെഡ് കളർ ഓഫ് സൺസെറ്റ്, അപ്പോൾ റെഡ് കളർ ഓഫ് സൺറൈസും സൺസെറ്റും സംഭവിക്കാൻ കാരണം
നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും സമയത്ത് നമ്മുടെ ലൈറ്റിന് പോകാൻ പറ്റുന്ന പാത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് സൺറൈസിലും സൺസെറ്റിലാണ്. ആ സമയത്താണ് ക്ലിയർ പാത്ത് വേ, കുറച്ചും കൂടി ലെങ്തിയർ പാത്ത് വേ നമ്മുടെ ലൈറ്റിന് കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ വയലറ്റും ബ്ലൂവും ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്കാറ്ററിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു നിയർ ബൈ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്സിനാണ്. നാച്ചുറൽ ഫ്രീക്വൻസിക്ക് നിയർ ബൈ വേവ് ലെങ്ത്സ് വരുന്ന ലൈറ്റിനാണ് കൂടുതൽ സ്കാറ്ററിങ് വരിക. അതുകൊണ്ട് തന്നെ വയലറ്റും ബ്ലൂവും ഹെവിലി സ്കാറ്റേഡ് ആയിരിക്കും. ആൻഡ് ആകെ ബാക്കിയുള്ളത് നമ്മുടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് റെഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന കളർ എന്ന് പറയുന്നത്. ഇതിൽ മാലസ് ലോ കൂടിയാണ് ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത്. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാലസ് ലോ എന്ന് പറയുന്നത് ബേസിക്കലി ബ്രൂസ്റ്റേഴ്സ് ലോയുടെ പോലത്തെ ഒരു ലോ തന്നെയാണ്. പോളറൈസ്ഡ് ലൈറ്റിൻ്റെയും ആംഗിളിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ലോ തന്നെയാണ് മാലസ് ലോ എന്ന് പറയുന്നത്. മാലസ് ലോയിൽ നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറോയിഡിലൂടെ കടത്തിവിടുകയാണ്. P1 എന്ന് പറയുന്ന ഒരു പോളറോയിഡിലൂടെ നമ്മൾ എന്ത് കടത്തിവിടുന്നു? ഇപ്പോൾ പോളറോയിഡിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലൈറ്റ് എന്തായിട്ട് മാറും? പോളറൈസ്ഡ് ആയിട്ട് മാറും. ഈ പോളറോയിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ നമ്മൾ എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ബീം അപ്പോൾ ഈ P1 പോകുമ്പോൾ എന്ത് പോളറൈസ്ഡ് ലൈറ്റ് ബീമാണ് നമുക്ക് കിട്ടുക? എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ബീമാണ് കിട്ടുക. ഈ എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ബീം വന്ന് സെക്കൻഡ് പോളറോയിഡിൽ, അതായത് P2 വന്ന് ഇൻസിഡൻ്റ് ആവും. അപ്പോൾ P2 എന്ത് ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്? എക്സ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എമേർജിങ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി I=I0 cos² തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലാണ് വേരി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാലസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ I0 എന്ന് പറയുന്നത് നമ്മുടെ എമേർജൻറ്റ് ബീം എക്സ് ആക്സിസിലൂടെ തന്നെയാണ് നമ്മുടെ പോളറോയിഡിൻ്റെ ആക്സിസ് എങ്കിൽ, P2ൻ്റെ ആക്സിസ് എങ്കിൽ വരേണ്ട ഇൻറ്റൻസിറ്റിയാണ്, അതായത് θ0 ആവുന്ന കണ്ടീഷനിൽ. അപ്പോൾ ഈ ഇക്വേഷനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാലസ് ലോ എന്ന് വിളിക്കുന്നത്. ഒരു ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറോയിഡിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ പോളറോയിഡിനെ നമ്മൾ സെഡ് ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജിങ് വേവ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചായിരിക്കും വേരി ചെയ്തുകൊണ്ടിരിക്കുക? ഈ ഒരു മുകളിലത്തെ ലോ വെച്ചിട്ടാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനനുസരിച്ചായിരിക്കും വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോൾ എടുക്കണുള്ളൂ. കാരണം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ പാരലൽ ഇലക്ട്രിക് ഫീൽഡും കുറച്ച് അധികം എടുക്കാനുള്ള ഡെറിവേഷൻസാണ്. അപ്പോൾ അത് ഇന്ന് പകുതി വെച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാനത് നാളത്തെ ക്ലാസ്സിലേ എടുക്കണുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരും ഞാനീ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഒന്നും ചെയ്ത് നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരേണ്ടതാണ്. പക്ഷെ ആരും ഇതുവരെ സംശയങ്ങളൊന്നും ചോദിച്ചു കണ്ടില്ല. ഞാൻ സംശയം ക്ലിയർ ചെയ്ത് തരില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണോ അതോ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസ്സിലാവാത്തത് കൊണ്ടാണോ സംശയം ചോദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താണെങ്കിലും പ്ലീസ് നിങ്ങളിങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻസൊക്കെ അതാത് സമയത്ത് അപ്പോൾ ചോദിച്ച് തീർക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിതൊരു 1000 ആവർത്തിയായി പറയുന്നു ഓരോരോ വീഡിയോയിൽ. ഓരോരോ വീഡിയോ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒന്ന് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കും, പറഞ്ഞു കൊടുക്കാം. പക്ഷെ ആരും ചോദിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു കോഴ്സ് സീരിയസ് ആയിട്ടാണോ എടുക്കുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പ്ലീസ്, ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെ ഇരുന്ന് ഓരോരോ ടോപ്പിക്കായിട്ട് ഈ ഒരു ഇതിനെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി, ഇത്രയും എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. നിങ്ങളതിങ്ങനെ വെറുതെ ആണ്, കാര്യമില്ല എന്ന് വിചാരിച്ച് കളയരുത്. ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഞാനും നിങ്ങളുടെയൊക്കെ ഏകദേശം ഒരേ പ്രായമല്ലേ. വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും ഉപദേശിക്കാത്തത്. പക്ഷേ അങ്ങനെ പറയാതെ സ്ട്രിക്റ്റ് അല്ലാതെ വരുന്ന സമയത്ത് നിങ്ങളത് മുതലെടുക്കരുത്. ദാറ്റ് ഈസ് എ ക്രൈം. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിൻസിയറിറ്റിക്കും ആ ഒരു എഫേർട്ടിനുള്ള ഒരു ബ്ലോ ആണ്. നിങ്ങളത് എന്താ പറയുക, ഒരു താപ്പാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും എടുക്കണുള്ളൂ. ബാക്കി ഇപ്പോൾ 6 പേജ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു 10 പേജും കൂടി എടുക്കാനുള്ളൂ ഈ ഒരു പാഠത്തിൽ.
അതായത് നമ്മുടെ പോളറൈസേഷനിൽ 10 പേജസും കൂടി ഉള്ളൂ. അതിൽ ഹാഫ് വേവ് പ്ലേറ്റ്, ക്വാർട്ടർ വേവ് പ്ലേറ്റ്, മറ്റേ ബുള്ളസ്റ്റോൺ പ്രിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സൂപ്പർപോസിഷൻ തിയറീസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് 2 ക്ലാസ്സിലായിട്ട് എടുക്കാം. പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.